വൺസ് അഗെയിൻ എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് അടുത്ത കാലത്ത് നമ്മൾ ഇവിടെ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമായി എന്ന് അറിയാൻ സാധിക്കുന്നതിൽ ഓരോ നിമിഷവും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ അറിയിക്കുന്ന വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, നിങ്ങളുടെ ചിന്തയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സന്തോഷത്തിലേക്കുള്ള യാത്ര. ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ഫണ്ടമെന്റലായുള്ള കാര്യം എന്ന് പറയുന്നത് ജനമനസ്സുകളിലേക്ക്, ജനങ്ങളിലുള്ള സന്തോഷത്തെ തൊട്ട് ഉണർത്തുക എന്നതാണ് നമ്മുടെ കടമ. അതിനായുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ വലിയ മാറ്റത്തിന്, ഒരു സമൂഹത്തിന്റെ വലിയ മാറ്റത്തിന് കാരണമായി മാറുക എന്നുള്ള ഒരു പ്രവൃത്തി മാത്രമാണ് ഈ എളിയവൻ ഇവിടെ വെച്ച് നടത്തുന്നത്. അതിലൂടെ നമ്മുടെ സമൂഹത്തിൽ മാറ്റമുണ്ടാവണമെങ്കിൽ ആദ്യം അവനവനിൽ മാറ്റമുണ്ടാവണം. അവനവനിൽ മാറ്റമുണ്ടാകുമ്പോൾ അവനിൽ നിന്നും അവനിൽ നിന്നും പുറത്തോട്ട് വരുന്ന ഊർജം അത് സന്തോഷത്തിൻ്റെതായി മാറുമ്പോൾ, അല്ലെങ്കിൽ സുഗന്ധ പൂരിതമാകുമ്പോൾ അവന്റെ ചുറ്റുപാടും ആ സുഗന്ധത്തിൽ ലയിക്കുകയും അവിടെയും മാറ്റമുണ്ടാവുകയും ചെയ്യുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, നമ്മളിലെ എനർജി വളരുമ്പോൾ ചുറ്റുമുള്ളവരിൽ നിന്നും ആ എനർജി ആവാഹിക്കപ്പെടുകയും അവരിൽ മാറ്റമുണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ മാറ്റപ്പെട്ടാണ് ഒരു സമൂഹത്തെ കൃത്യമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് ദുബായ് നഗരം ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാത്തിൻ്റെയും ഇടനിലമായി മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുമില്ലാത്തൊരു മരുഭൂമി എങ്ങനെ ഇത്രയും ഊഷ്മളമായി മാറി, അല്ലെങ്കിൽ ഇത്രയും ലോകത്തിന്റെ ഏറ്റവും നെറുകയിലെത്തി എന്ന് ചോദിച്ചാൽ ഇതേ മെത്തേഡ് മാത്രമാണ് ഉള്ളിലെ. അവിടുത്തെ രാജാക്കന്മാരിൽ, അവർ ഭരിക്കുന്നവരിൽ മാറ്റമുണ്ടായപ്പോൾ, അവർ മാറ്റത്തിന് വിധേയമായപ്പോൾ, അവരുടെ കാഴ്ചപ്പാടിൽ മാറിയപ്പോൾ ആ സമൂഹം മാറുകയും ആ സമൂഹം മാറുമ്പോൾ ആ രാജ്യം മാറുകയും ചെയ്തു എന്ന് മാത്രമാണ്. വളരെ ചെറിയൊരു രാജ്യമാണ് ദുബായ്. അല്ലെ, UAE എന്ന് പറയുന്നില്ല, മൊത്തം ദുബായ് ആണ് ഹബ്ബ്. അപ്പൊ എങ്ങനെ മാറിയെന്ന് വെച്ചാൽ, ആ ദീർഘവീക്ഷണമുള്ള തീക്ഷ്ണശാലികളായ, എല്ലാ കാര്യത്തിലും എല്ലാത്തിനെയും സ്നേഹമുണ്ട്. ലോകത്തിൽ ഹാപ്പിനെസ് മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു മിനിസ്ട്രിയുള്ള രാജ്യമാണ്. സന്തോഷത്തിന് വേണ്ടി മാത്രം ഒരു മിനിസ്ട്രി തന്നെയുള്ള ഒരു രാജ്യമാണ് UAE, അതിൽ ദുബായ്. അപ്പോൾ എങ്ങനെ ആ ഫണ്ടമെന്റൽ എപ്പോഴാണോ അവർ നൽകിയത് അപ്പോഴാണ് അവിടെ മാറിയത്. അതേ കോൺസെപ്റ്റ് പോലെ തന്നെ നമ്മളിൽ കുറച്ചു പേരിൽ മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മളെ ചുറ്റുവട്ടം മാറുന്നു എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ അനുഭവിച്ചവരാണ്. അപ്പോൾ ഇത് കൂടുതൽ ആൾക്കാരിൽ എത്തുമ്പോൾ അവരിലെല്ലാം മാറ്റം ഉണ്ടാവുകയും നമ്മളെല്ലാവരും സന്തോഷത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നുള്ള കമ്മിറ്റ്മെന്റ് ആണ് ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന പേരാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സാണ് നമ്മൾ നടത്തുന്നത്, ജേർണി ടു ഹാപ്പിനെസ്, സന്തോഷത്തിലേക്കുള്ള യാത്ര. സന്തോഷത്തിലേക്ക് എന്തിനാണ് യാത്ര ചെയ്യുന്നത്? സന്തോഷമുണ്ടായാൽ, എവിടെയാണോ സന്തോഷമുള്ളത് അവിടെ മാത്രമേ സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കോൺസെപ്റ്റിൽ ബേസ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് മനോഹരമായ, നമ്മൾ 5 കോൺസെപ്റ്റുകളെ പറ്റി എപ്പോഴും പറയുന്നത്: സമ്പാദ്യം, ബന്ധങ്ങൾ, ആരോഗ്യം, എന്റർടൈൻമെന്റ്, അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി. അപ്പോൾ നമുക്ക് ഇന്നൊരു എന്റർടൈൻമെന്റ് വേണ്ടി അംബികേച്ചിയുടെ ശ്രുതിമധുരമായ ഒരു ഗാനം കേൾക്കാം. അത് കേട്ടിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരുടെ ഹാപ്പി ന്യൂസുകൾ നമുക്ക് കേൾക്കാനുണ്ട്. അത് കേട്ടിട്ട് ഇന്ന് അടിപൊളിയായിട്ടുള്ള ടെസ്റ്റ് നിങ്ങൾ നടത്തിയിട്ട് മാത്രമേ തിരിച്ചു പോവുള്ളൂ. ഈ ടെസ്റ്റ് $1 മില്യൺ വിലയുള്ള ടെസ്റ്റാണ്. അത് നടത്തിയിട്ട് നിങ്ങൾക്ക് എല്ലാവരിൽ എവിടെ ഇരിക്കുന്നു ഇപ്പോൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത മാറ്റത്തിന് നിങ്ങൾ തയ്യാറാവാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അംബികയെ ക്ഷണിക്കുകയാണ്. അംബിക AC, ഒരു മിനിറ്റ് അൺമ്യൂട്ട് ചെയ്തോളൂ. താങ്ക് യു. ഒരു നേരം
നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്ത് ഞാൻ ഓർത്തുപോകും. ഒരു പീലിയെടുത്തേ ഒരു പീടിയെടുത്തേ തിരുമുടി കൺമുന്നിൽ മിന്നിമായും. തിരുമുടി കൺമുന്നിൽ മിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. അകതാരിലാർത്തുവാൻ എത്തിടുമോർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അകതാരിലാർത്തുവാൻ എത്തിടുമോർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അടിയന്റെ മുന്നിലും അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം. അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. താങ്ക് യു ചേച്ചി, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ബാക്കി എല്ലാവരും നിങ്ങളുടെ കൊടുത്തോളൂ, നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിച്ചോളൂ. ആ ലവ് കൊടുക്കാൻ ആരും മണികാടിക്കരുത്. ഇത്രയും മനോഹരമായി ഒരു ഗാനം അല്ലേ, മനോഹരം. എപ്പോഴും ശ്രീകൃഷ്ണൻ ഞാനും തമ്മിൽ എനിക്ക് ശ്രീകൃഷ്ണൻ പറയുമ്പോൾ ചെറിയൊരു അസൂയ എനിക്ക് അയാളുമായിട്ടുണ്ട് അല്ലേ. നമുക്ക് ശ്രീകൃഷ്ണൻ കളിക്കുമ്പോൾ ഞാൻ കുറേ ശ്രീകൃഷ്ണ കഥകളൊക്കെ എഴുതുമ്പോൾ ഞാൻ എന്തൊരു മനോഹരമായ മനുഷ്യൻ, എന്തൊരു മനോഹരമാണ് പുള്ളിയെ പറ്റി ഓർക്കുക അല്ലേ. അതുപോലെ ആവാൻ പറ്റിയ, എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും എല്ലാത്തിനെയും സ്നേഹിക്കാനും എല്ലാവരാലും സ്നേഹിക്കപ്പെടാൻ സാധിക്കുന്ന ഒരു അവസ്ഥ. അത് പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറ്. സന്തോഷം, ഏറെ സന്തോഷം. താങ്ക് യു ബീച്ച്. രതിയേച്ചി ഉണ്ടോ ഇവിടെ? രതി ദേവി ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഞാൻ അൺമ്യൂട്ട് അയച്ചിട്ടുണ്ട് രതിയേച്ചി. ഇല്ല, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലാന്നോ? ഓക്കെ, ഫൈൻ. പോസ്റ്റ് ഒരു നിമിഷം സംസാരിക്കാൻ വാക്കുകൾ കിട്ടില്ല. ഓക്കെ, ശരി. അപ്പോൾ സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഇതേ പാട്ട് കഴിഞ്ഞ പ്രാവശ്യം മിസ്സാവാത്ത പോലെ ഇപ്രാവശ്യം കോഴിക്കോട് വെച്ച് നമ്മൾ നന്ന അടിപൊളിയായിട്ട് പാടും. ഇതേ പാട്ട് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുള്ളൂ കോഴിക്കോട് പ്രാന്തം. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി ഹാപ്പി ന്യൂസ് പറയാനുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരാരാണ്? ഒന്ന് ജസ്റ്റ് നേരത്തെ പറഞ്ഞു ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ആ, രതിച്ച് സംസാരിക്കുന്ന ഇപ്പോൾ അൺമ്യൂട്ട് ചെയ്തോളൂ.
ഹാപ്പി ന്യൂസ് പറയാനുള്ള ആൾ വന്നോന്ന് നേരത്തെ പറഞ്ഞത്? പെട്ടെന്ന് ആയിക്കോട്ടെ. അൺമ്യൂട്ട് എല്ലാവർക്കും അൺമ്യൂട്ട് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം പറയാനുള്ളവർ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി പെട്ടെന്ന്. പറഞ്ഞു സജീവൻ. പറഞ്ഞു സജീവൻ. മോക്കൊരു ജോലി കിട്ടുമെന്ന് ഞാൻ മനസ്സിൽ കണ്ടത് ഞാൻ എഴുതി വെച്ചായിരുന്നു. ആ ജോലി കിട്ടി. പത്തനാപുരത്താണ്. തിങ്കളാഴ്ച തൊട്ട് ജോയിൻ ചെയ്യും. കിട്ടി? കൺഫേം ആയോ? കൺഫേം ആയി. അവളെ സോഷ്യൽ വർക്ക് പഠിച്ചതാണ്. സോഷ്യൽ വർക്കാണോ? കൗൺസിലർ. കൺഗ്രാജുലേഷൻ. താങ്ക് യു സാർ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. വേറെ ആരും പറഞ്ഞത്? സർ, ഞാൻ നസീമ കാഞ്ഞങ്ങാട്. നസീമ പറയൂ. എന്റെ ഇപ്പൊ വന്ന ന്യൂസാണ് കേട്ടാ. ഞാനിപ്പോ ഷോപ്പിൽ നിന്ന് വന്നതേ ഉള്ളു ഓപ്പൺ ആക്കി. മിനിഞ്ഞാന്ന് എനിക്ക് ലോഡ് ഇറക്കാനുണ്ട്, കുറെ പ്രൊഡക്റ്റ് ഇറക്കണത്രേ. അപ്പം അതിങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് നല്ലോണം ക്യാഷ് എത്ര ഇടുന്നു അത്ര അനുസരിച്ചിട്ട് എനിക്ക് ലോഡ് ഇറക്കാം. ഇപ്പോ ഞാൻ ഓഫീസിലിരിക്കുമ്പോ എന്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു, എനിക്ക് ഇപ്പൊ 1 ലക്ഷം വേണ്ട 2 ലക്ഷം വേണ്ടത്. ഇപ്പൊ ഒരു ഇതുണ്ട്. ഞാൻ ചോദിച്ചിട്ടൊന്നും ഇല്ല അവനോട് പൈസ. അപ്പൊ ഞാൻ നിനക്ക് ഇത് ഡെയിലി ഇത്ര കൊടുത്താൽ മതി, എന്റെ ബിസിനസ് സാധനം എത്ര ഇറക്കിക്കോ അങ്ങനെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ മേലോട്ട് നോക്കി. ഞാൻ ചോദിക്കാതെ പെട്ടെന്നായതുകൊണ്ട് എത്ര എമൗണ്ട് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. അത് എനിക്ക് വലിയൊരു മിറാക്കിളാണ്. പ്രതീക്ഷിക്കാതെ 1 ലക്ഷത്തിന്റെ മേലെ ഇങ്ങോട്ടേക്ക് വിളിച്ചു ചോദിക്കാന്ന് വെച്ചാല്. അപ്പൊ നാളെ എന്റെ ലോഡ് ഇറങ്ങാൻ പോവാന്ന്. അപ്പൊ അത് ഇറങ്ങുന്നതിനേക്കാൾ കുറച്ചധികം ഇറക്കേണ്ട പരിപാടിയാണ് ഈ ക്യാഷിന്റെ ഈ ഓർഡർ വന്നപ്പോ. അപ്പൊ വലിയൊരു മിറാക്കിളാണ്. താങ്ക് യു സോ മച്ച്. നല്ല ഹാപ്പിയാണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അത് അടിപൊളിയാണല്ലോ. അപ്പൊ സാധനം നമുക്ക് ഇഷ്ടം പോലെ ഇറക്കി വെക്കാം. അതെ, ഞാൻ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഞാൻ കാസർഗോഡ് ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പൊ നമുക്ക് എത്ര ക്യാഷ് ഇടുന്നു അത്ര അനുസരിച്ച് ക്യാഷ് ഉണ്ടാക്കുന്ന രീതിയിലാണല്ലോ ബിസിനസ്. എന്താ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ? ഞാൻ എന്റെ പ്രൊഡക്റ്റ് ഓൺ പ്രൊഡക്റ്റ് അല്ല. ഞാൻ ഈ നെല്ലിക്ക ഷുഗർ പൗഡർ പ്രൊഡക്റ്റ് ഇല്ലേ, അതിന്റെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ ഹെൽത്ത് ഡ്രിങ്ക്സ്, പിന്നെ മസാല പൗഡേഴ്സ്, പിന്നെ ബോച്ചേട്ടിയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഫ്രാഞ്ചൈസിയും ഉണ്ട്. അപ്പൊ എല്ലാം മൊത്തം 5 കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉണ്ട്. 5 വർഷമായി ഞാൻ ചെയ്യുന്നത്. അപ്പം ഇതിന് നമുക്ക് എമൗണ്ട് എത്രയാണോ ഫ്ലോ ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ഫ്ലോ കൂട്ടാം. ഇട്ടിട്ട് എടുക്കുന്ന രീതിയിലാണല്ലേ. അപ്പൊ അത് എനിക്ക് വലിയൊരു അത്ഭുതകരമായ നിമിഷമാണ് കുറച്ചു നേരത്തെ ഉണ്ടായത്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്. താങ്ക് യു താങ്ക് യു. മറ്റാരാണ് പറയേണ്ടത്? നേരത്തെ ലതയാണോ പറഞ്ഞേ? അതെ അതെ സാർ. എനിക്ക് എന്റെ മരുമോളും കൊച്ചുമോളും ഒന്നും എന്നോട് മിണ്ടില്ലായിരുന്നു. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അതിന്റെ മറുപടി പറയാൻ തന്നെ വലിയ പാടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. പക്ഷെ ഇന്ന് എന്നെ അങ്ങ് ഫുഡ് കഴിക്കാൻ വിളിച്ചു. ഇന്ന് എന്നോട് മരുമോള് മിണ്ടി, അങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഫോണിൽ കൂടെ വിളിച്ചു. അങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ടായി. മോനും കഴിക്കുക എന്നൊക്കെ പറഞ്ഞു. ശരി, അങ്ങോട്ട് വിളിച്ചു, വീട്ടിലേക്ക് വിളിച്ചു. അതായത് നിങ്ങൾ അന്ന് ഒരു ദിവസം പറഞ്ഞത് അവര് മിണ്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം സാറിന്നല്ലേ? അവര് എല്ലാം അങ്ങനെ തന്നെയാണ്. ഒത്തിരി കേസുകളും കമ്പനിയൊക്കെ സ്റ്റോപ്പായി. ഒത്തിരി പ്രശ്നങ്ങളുണ്ട് സാർ. അത് ഉണ്ട്. ഞാൻ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കടങ്ങളുണ്ട്, കേസുണ്ട്. 5 കേസ് പറയുന്നുണ്ട്. തൃശ്ശൂർ മുതൽ കൊട്ടാരക്കര വരെ കോടതികളില്, എറണാകുളത്ത് ബാങ്കിന്റെ ഒത്തിരി ഉണ്ട്. ഇതെല്ലാം ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇന്ന് അങ്ങനെ മോനൊന്നും ഇതിനെ പറ്റിയിട്ടൊന്നും ശ്രദ്ധിക്കത്ത് പോലും ഇല്ല. ഹസ്ബൻഡ് മരിച്ചുപോയി, മൂത്ത മോന് മരിച്ചുപോയി. പിന്നെ ഈ ഒരാളെ ഉള്ളൂ. അയാൾ മുറ്റത്ത് തന്നെ താമസിക്കുന്നത്. ഞാനിവിടെ കമ്പനിയുടെ മുകളിൽ തന്നെ സ്ഥലമുണ്ട്, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഈ ഒരു മുറിയാണ് എന്റെ ലോകം. അപ്പൊ ഇപ്പൊ എനിക്ക് അതൊക്കെ തരണം ചെയ്യാനും പിടിച്ചു നിൽക്കാനുള്ള ഒരു ശരിക്കും ഞാൻ ചുമ്മാതെ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് ഇത് കണ്ട് സാറിന്റെ പ്രോഗ്രാം കണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ വിളിച്ചതും സംസാരിച്ച് നോക്കിയതും ഒക്കെ. വെരി ഗുഡ്. ഒരുപാട് മിറാക്കിളുകൾ നിങ്ങളിൽ ഉണ്ടാവട്ടെ. എല്ലാ മിറാക്കിളുകളും എല്ലാ ദിവസവും. അതുപോലെ ഇത് വിൽക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ നടക്കത്തില്ല. വരുന്നവരെല്ലാം വില പറയും, അങ്ങ് പോവും. ആരും ഇങ്ങോട്ട് വരില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇന്നാള് നമ്മളെ ഈ 2020 ചെയ്ത ദിവസം, 2ാമത്തെ ദിവസം എനിക്ക് ആ മേടിക്കാൻ വന്ന ആള് വീണ്ടും എന്റെ അടുത്ത് വരുന്നതായിട്ട് ഞാൻ കണ്ടു. അന്ന് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പം പുള്ളി വിളിച്ചിട്ട് അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടക്കണം എനിക്ക്. അതാണ് എന്റെ ഒരു വലിയ ഒരു
എഴുതി വെച്ചോളൂ. എന്നാലേ ബാധ്യത എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. നടക്കും നടക്കും, നിങ്ങൾക്കത് നടക്കും കേട്ടോ. ശരി സാർ, താങ്ക് യു സാർ, ഐ എം ഹാപ്പി. താങ്ക് യു. നമ്മള് വലിയ എന്താ പറയാൻ വന്നേ? സാർ എനിക്ക് ഈ വസ്തുവിന്റെ കാര്യം ഞാൻ അന്ന് സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ കൊറേ പ്രശ്നങ്ങളുണ്ട്, അവര് പറഞ്ഞ പോലത്തെ കേസും വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോ ഒരു കോൺസെൻട്രേഷൻ കിട്ടണില്ല എന്നുള്ളത്. ഇപ്പൊ ഈ 7 days മെഡിറ്റേഷനിൽ ഒരു 2 ദിവസം എനിക്ക് ആദ്യം ഒന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഈ 2 ദിവസത്തെ ഒരു ഇതെന്തായിട്ടുണ്ട്, നോർമലായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ വസ്തുവിന്റെ കാര്യം ആൾക്കാർ വരുന്നുണ്ട്, നോക്കുന്നുണ്ട്. പിന്നെ വേറൊരു കേസിന്റെ കാര്യമുണ്ട്, അത് ജയിച്ചിട്ടുണ്ടെങ്കിലും 10-30 ലക്ഷം രൂപയോളം നമുക്ക് കിട്ടാനുള്ളതാണ്. പക്ഷെ അത് രണ്ടും ബ്ലോക്ക് ആയിട്ട് നിൽക്കണ പോലെ നിൽക്കണം, ഒന്നും മുന്നിലേക്ക് അങ്ങ് പോകുന്നില്ല, ആണ് എന്റെ പ്രശ്നങ്ങൾ. ഹാപ്പി ന്യൂസ് പറയണ്ടെന്ന് പറഞ്ഞ നേരത്തെ അതാരാ? ഞാനാണ് സുധ. ഇന്ന് ഓർക്കാതെ ഒരു 14,000 രൂപയുടെ ബിസിനസ് ചെയ്യാൻ പറ്റും. ഓ, അതാണ് നേരത്തെ ഗ്രൂപ്പിൽ ഇട്ടല്ലേ? 14,000 രൂപ കിട്ടിയെന്നല്ലേ? 14,000 രൂപയുടെ ബിസിനസ് ചെയ്യാൻ പറ്റിയ ICIC Prudential ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് പിന്നെ ചേട്ടന്റെ മരുമകള് വന്നിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞമ്മ ഞാൻ പൈസ ഇടാം, കുഞ്ഞമ്മ ചെയ്തോളൂ, ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ മാനേജറെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പൈസ വരുന്നു. മാനേജർ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ചേച്ചി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മാം ഒന്ന് സംസാരിക്കുന്നു. അപ്പൊ ഞാൻ വിളിച്ചാൽ പറഞ്ഞു, ശരിയാണ് കുഞ്ഞമ്മ, ഞാൻ ഇട്ട് തരാം, കുഞ്ഞമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് പൈസ ഇട്ട് തന്നു. വർക്ക് അങ്ങനെ വീട്ടിലിരുന്ന് തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്, വെരി ഗുഡ്. അത് വലിയൊരു ലക്കായി. ഇങ്ങനെയുള്ള മിറാക്കിളുകൾ ഇനിയും ഒരുപാട് ഉണ്ടാവട്ടെ, ഇനിയും ഒരുപാട്. അതെ, ഇനി എനിക്ക് ആ പൈസ കിട്ടാനുള്ളതൊന്ന് കിട്ടി എല്ലാവർക്കും ഒന്ന് കൊടുത്തു തീർക്കണം, അതാണ് ഏറ്റവും വലിയ ആവശ്യം. ഇപ്പൊ തുടങ്ങിയതിലൂടെ പെട്ടെന്ന് തന്നെ ശരിയാവും കേട്ടോ. സ്ഥലവും കൊടുക്കണം, അത് രണ്ടാണ് ആവശ്യം. പിന്നെ മകന്റെ ശമ്പളം കിട്ടണം. പിടിക്കണ്ട, എന്തായാലും പറഞ്ഞല്ലേ സ്ഥലം കൊടുക്കണം എന്നല്ല. അത് വിറ്റ് കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ ധൃതി കൂട്ടരുത്. ഇല്ല, ധൃതിയൊന്നുമില്ല. അതിന്റേതായ സമയത്ത് അത് കൊടുക്കണം എന്നല്ല, അത് വിറ്റു എന്ന് പറ. വിറ്റു എന്ന് തന്നെ ഞാൻ എഴുതുന്നത്. വിറ്റ് പൈസ കിട്ടി, നന്ദി എന്ന് പറയാണ്ട് അഫർമേഷൻ എഴുതി വെക്കുന്നത് ദിവസവും. പറയുന്നെന്താ? അല്ല, വിറ്റ് കിട്ടിയെന്നാ ഞാൻ പറഞ്ഞേ, വിറ്റ് കിട്ടി. ഇന്നലെ ഞാൻ ഒരു പ്രാവശ്യം തിരിച്ചു തന്നതാണ്, ഇന്ന് വീണ്ടും അല്ലേ? ഓക്കെ, അതെ. ശരി. ഞാനൊന്നുമില്ലല്ലോ, മിറാക്കിള് പറയാൻ വേറെ ആർക്കൊന്നുമില്ലല്ലോ. ഓക്കെ, ഉണ്ടാവും. നിങ്ങൾ പറയാൻ പഠിച്ചിട്ടാണെന്ന് എനിക്കറിയാം. പലർക്കും ഗ്രൂപ്പിൽ വന്ന് പറയാനുള്ള ചമ്മൽ കുറച്ച് കഴിയുമ്പോൾ എന്റെ ചാറ്റ് ബോക്സിൽ എന്റെ ഇതിൽ കുറേ ഉണ്ടാവും. സാറ് ഇന്ന് സംഭവിച്ചു. പറ. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 1 ലക്ഷം രൂപ. എവിടുന്ന് കിട്ടി ഗിരിജ? വെറുതെ കിട്ടിയതല്ല സാർ, ഞങ്ങൾ കുറെ കുടുംബശ്രീയിൽ ഒരു ലോണിന് ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ച് ബ്ലോക്ക് ആയിട്ട് കിടക്കായിരുന്നു. അത് ഇന്നലെ അല്ല മിനിഞ്ഞാന്നാണ് സാർ കിട്ടിയത്. ഞാൻ അപ്പൊ പറയണമെന്ന് വിചാരിച്ചു, പറഞ്ഞില്ല. ഇന്നിപ്പോ 14,000 പറഞ്ഞപ്പോ ലോൺ അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയാതിരുന്നത്. പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നു സാർ. ലോൺ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇത്ര ആളുണ്ടെന്നല്ല. ഒന്ന് എനിക്ക് ലോൺ ഒന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു പറഞ്ഞു. ഞാൻ അതിനൊന്നും തിരിച്ചു പറയാറില്ല. പറയാഞ്ഞത് 1 ലക്ഷം രൂപ കിട്ടി സാർ. കുടുംബശ്രീയൊക്കെ നല്ലതാണ്. 12 ലക്ഷം രൂപ എന്റെ കയ്യിലാണ് കിട്ടിയത്. ഞാനാണ് അത് ഡിവൈഡ് ചെയ്തിട്ട് 12 പേർക്ക് കൊടുത്തത് സാർ. കുടുംബശ്രീയൊക്കെ നല്ലതാണ്, കാരണം ചെറിയ ഇൻട്രസ്റ്റ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. ഓക്കെ, കുറച്ച് ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയോ? എന്റെ ആദ്യ കാലത്തൊക്കെ വന്ന സ്റ്റുഡൻസിന് ഇപ്പൊ ചെറിയ വന്നാലെന്ന ഒരു വലിയ മാറ്റം വരില്ല. അവർക്ക് ശീലമായി മാറി. അതുകൊണ്ട് പറയാനില്ല. വലിയ കാര്യം വന്നാലും മാത്രമേ അവർ പറയൂ. ചെറുതൊക്കെ മാറുമ്പോൾ ഇതെപ്പോഴും ആയി കഴിഞ്ഞല്ലോ എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പഴയ ആൾക്കാരൊന്നും പറയാത്തത്, കാരണം അവർക്ക് അത് ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ജീവിതത്തിന്റെ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വലുത് കിട്ടുമ്പോ ഞങ്ങളും പറയും. അതാ പറഞ്ഞത്. അവര് വലുതിന് വേണ്ടി കാത്തിരിക്കാണ്. നിങ്ങളും പറയും, അവരും പറയും. എനിവേ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും സന്തോഷത്തോടെ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇന്നത്തെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഭയങ്കര ഉത്സാഹത്തോടെ ആയിരിക്കും അല്ലെ? എന്നിലതുണ്ടോ, എനിക്കതുണ്ടോ എന്ന് ചോദിച്ച അവസ്ഥയിലിരിക്കും അല്ലെ? ആർക്കൊക്കെ വേണം? ഓക്കെ, നമ്മള് പഴയ ക്ലാസ്സിന്റെ രീതി തന്നെ തുടരാം അല്ലെ? മറക്കരുത് അല്ലെ? ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ
നിങ്ങൾ 2 കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് തരുന്നുള്ളൂ. ഇന്ന് വളരെ വിലപ്പെട്ട ക്ലാസ്സാണ്. നിങ്ങളിൽ നിങ്ങളെ തന്നെ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. 2 കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാവണം. ഒന്ന്, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം. രണ്ടാമത്, നിങ്ങൾ തയ്യാറാവണം. അപ്പോൾ നിങ്ങൾ എങ്ങനെ അത് എന്നോട് പറയൂ? യെസ്, പോരട്ടെ, പോരാ 212 ചാറ്റ് ബോക്സുകൾ വരണം. 212 ആള് വേണം. ഇതിലൊരു സന്തോഷ വർത്താനം കൂടി അതിൻ്റെ ഇടയിൽ പറയാനുണ്ട്. നമ്മുടെ ഒരു സ്റ്റുഡൻറ് ഇവിടെ വന്നിട്ട് ഒന്നും പറയാറില്ല. അവര് ഓരോ മാസം കഴിഞ്ഞ 2 മാസമായിട്ട് അവർ ഒരു വിഷയമായിട്ട് നമ്മുടെ അടുത്ത് വന്നത്. അതിനുശേഷം അവരുടെ ബിസിനസ് ഓരോ മാസവും മെച്ചപ്പെട്ട് വരികയാണ്. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ആ കക്ഷി പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭത്തിന്റെ ഇത്ര % സാറിന് എന്ന് പറഞ്ഞിട്ട് ഒരു തുക മാറ്റി വെച്ച് എല്ലാ മാസവും നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് അതിൽ നിന്ന് കിട്ടിയ ഇത്ര % എന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തരുന്നു. അത്രയും അവരില്ല, ഒന്നും കച്ചവടമില്ല, സ്റ്റോപ്പായി നിൽക്കുന്നിടത്ത് നിന്ന് എല്ലാ ദിവസവും എല്ലാ മാസവും അവർ എക്സ്പെക്ട് ചെയ്ത് അത്രയും കച്ചവടം അവിടെ നടക്കുന്നു. അതിൽ നിന്ന് നല്ലൊരു തുക എന്ന് തന്നെ പറയുന്നത്, നല്ലൊരു തുകയാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തരുന്നത്. സാറിനുള്ള ഗുരുദക്ഷിണ എന്ന് പറഞ്ഞിട്ട് മിനിഞ്ഞാന്ന് വന്നപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാന്ന് ചോദിച്ചു. അല്ലാതെ സാറിനുള്ള ഗുരുദക്ഷിണയാണെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും സന്തോഷത്തോടെ അവർ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. ഞാൻ ആ തുക മാറ്റിവെക്കുന്നു അർഹതപ്പെട്ട പാവപ്പെട്ടവർക്ക്. അതുകൊണ്ട് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ വേണ്ടി ഞാൻ ആ തുക മാറ്റിവെക്കുന്നു. അത് അവരിലേക്ക് എത്തട്ടെ. ഇനിയും കൂടുതൽ ബിസിനസ് നിങ്ങൾക്ക് വളർത്താനും അതിലൂടെ കൂടുതൽ തുക ഉണ്ടാക്കാനും സാധിക്കണം എന്നുള്ളതാണ് പ്രാർത്ഥന. അത് സാധിക്കുക തന്നെ ചെയ്യും, യാതൊരു തർക്കം. കാരണം അവരുടെ ഒരു പ്രത്യേകതയുണ്ട്. അവർ വളരെ ഫ്ലോ ഓഫ് ലൈഫാണ്. അതായത് അവരുടെ ജീവിതത്തെ ശരിക്കും അവർ നിർമ്മലമായി ജീവിതത്തെ കൊണ്ടുപോകുന്ന ആളാണ്. നോ കണ്ടീഷൻ. ആ കണ്ടീഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്കത് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. കണ്ടീഷൻസ് അപ്ലൈ ചെയ്യരുത്. അപ്പോൾ എല്ലാവരും റെഡിയാണ്. അവർക്ക് സ്പെഷ്യലായിട്ടൊരു താങ്ക് യു. നിങ്ങൾ ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് എത്തട്ടെ എന്നുള്ള പ്രാർത്ഥന. അതുപോലെ എല്ലാവർക്കും സാധിക്കട്ടെ. ഇത് എൻ്റെ പ്രാർത്ഥനയാണ്. അങ്ങനെ ആവുമ്പോൾ മാത്രമേ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക് എന്തെങ്കിലും ഇത് റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും തയ്യാറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇതിൽ ഒറ്റ ചോദ്യമുള്ളൂ. നിങ്ങളിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ ആഗ്രഹമുള്ള ആൾ അവരുടെ പേരൊന്ന് എഴുതുക. എനിക്ക് നെഗറ്റീവ് എനർജി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് മനസ്സിലാവണം സാറേ എന്ന് ആഗ്രഹമുള്ളവർ മാത്രം അവരുടെ പേര് എഴുതി വെക്കുക. അല്ലെങ്കിൽ എഴുതരുത്. ഒന്നും പറ. ഇത് പറ്റുകയാണെങ്കിൽ 2 ടെസ്റ്റ് നടത്താം. ഈ ടെസ്റ്റ് ഞാൻ ചെയ്തത് $60 കൊടുത്തിട്ടാണ് ഓൺലൈനിൽ ഈ ടെസ്റ്റ് ഞാൻ ചെയ്തത്. $60 എന്ന് പറയുമ്പോൾ ഇപ്പൊ എത്ര പൈസ നാട്ടില്? 60 × 88 അല്ലെ, 5280 രൂപയാണ് ഒരാൾക്ക് ഞാൻ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. എന്നിട്ട് എനിക്ക് അതെപ്പോഴെന്ന് അറിയാം, ഒരു 3 വർഷം മുമ്പ് ഇന്ന് ഞാൻ ഈ ടെസ്റ്റ് നിങ്ങൾക്ക് തരാനുള്ള പ്രധാന കാരണം, ഇന്ന് 2 പേര് എൻ്റെ അടുത്ത് നേരിട്ട് സംസാരിക്കാൻ വന്നു. 2 പേരും വളരെ ശുഭാപ്തി വിശ്വാസത്തോട് പറഞ്ഞു, സാറിന്റെ ക്ലാസ്സിലിരുന്നാൽ എനിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്, മാറ്റം ഉണ്ടാവുന്നത് ഭയങ്കര നല്ല സന്തോഷത്തിൽ വന്നവരാണ്. പക്ഷെ എനിക്ക് അടുത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവരിൽ ഇത്ര ഈ നെഗറ്റീവ് എനർജിയും കൊണ്ട് ഇവരിൽ ഞാൻ 2020 അല്ല, 30 അല്ല, നമ്മുടെ 7 days മെഡിറ്റേഷൻ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം നെഗറ്റീവ് എനർജി അവരിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ വന്നപ്പോൾ അത് പുറത്തോട്ട് വരാതെ നിലനിർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. നിങ്ങളോട് പറഞ്ഞിരുന്നു, നെഗറ്റീവ് എനർജി നമ്മൾ ചെയ്യുന്ന പ്രക്രിയ 2 തരത്തിലാണെന്ന് പറഞ്ഞു. ഒന്ന്, നമ്മളിലുള്ള മാലിന്യങ്ങളുടെ മുകളിൽ കൊണ്ടുപോയി പോസിറ്റീവ്നെസ് നിറക്കുമ്പോൾ മാലിന്യങ്ങൾ അവിടെ നിൽക്കുകയും മുകൾ ഭാഗം പോസിറ്റീവായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് പല മാറ്റങ്ങളും നമുക്ക് ഉണ്ടാവുമെന്ന് തോന്നും. പക്ഷെ ഇത് നിർത്തിപ്പോകുമ്പോൾ ഈ അകടിയിലിരിക്കുന്ന സാധനം മുഴുവൻ തിരിച്ചു വരും. നമ്മളെല്ലാം വീണ്ടും പഴയ പോലെ പോകും.
ഇത് ഒരുപാട് ആൾക്കാർ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ പഴയ ക്ലാസ്സിലെ ആൾക്കാരൊക്കെ ഞാൻ നിരന്തരം ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആർക്കും അത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർക്കാർക്കും ഇപ്പോൾ ഈ ക്ലാസ്സിൽ എത്താനും തോന്നാറില്ല. കാരണം അവർ തേട്ടി വന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഈ സാധനം പുറത്തു വരും. ഇത് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ നമുക്ക് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിലുള്ള മാലിന്യങ്ങളെ നമ്മൾ എടുത്തു കളഞ്ഞുകൊണ്ടേയിരിക്കണം. എടുത്തു കളഞ്ഞുകൊണ്ടിട്ട് അവിടെ പുതിയത് നിറക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രം പെട്ടെന്ന് മാറ്റം ഉണ്ടാവില്ല. കാരണം രണ്ട് പ്രക്രിയയാണ്, അകത്തുള്ളത് പുറത്തോട്ട് കളയണം, എന്നിട്ട് അവിടെ നിറക്കണം. അതുകൊണ്ട് സമയമെടുക്കും. പക്ഷേ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷയമില്ല. പിന്നെ അവിടെ ക്ലീൻ ആയിക്കൊണ്ടേയിരിക്കും. 90% വരെ നമുക്ക് ക്ലീൻ ചെയ്യാം. 10% പിന്നെ അവിടെ ഉണ്ടാവും. അത് ജന്മഫലമായിട്ടുണ്ടാവുന്നതാണ്. അത് മാറ്റാൻ പറ്റില്ല എന്ന് തിരിച്ചറിയാം. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്, ജേർണി ടു ഹാപ്പിനെസ് ഞാൻ അതിനു വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തതാണ്. കോഴ്സ് കുറേ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് പെട്ടെന്നല്ല മാറ്റം ഉണ്ടാവുക. പെട്ടെന്ന് മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ചിലവർക്ക് സമയമെടുക്കും. ഇപ്പൊ ഇതൊന്ന് ടെസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. എല്ലാവരും റെഡി ആണല്ലോ? ഞാൻ ഇന്ന് ഈ ക്ലാസ് ചിലപ്പോൾ സമയം കിട്ടിയ 2 തരത്തിൽ ഞാൻ 2 ക്ലാസ് ആയിട്ട് എടുക്കാൻ നോക്കാം. ഒന്ന് നിങ്ങളുടെ എനർജിയെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ പറയാൻ പറ്റുമെന്ന്, എനർജി കൂടി അളക്കാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ എനർജി അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യനെയർ ആണ്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഇംഗ്ലീഷിലായതുകൊണ്ട് മലയാളീകരിക്കുമ്പോൾ ചെറിയൊരു ഇതുണ്ടാവും. നിങ്ങൾ എഴുതി വെക്കുക. കാരണം എനിക്ക് ടൈപ്പ് ചെയ്തെടുക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് എഴുതാനേ പറ്റുള്ളൂ. ഈ ടെസ്റ്റിൽ 2 തരത്തിൽ ആൾക്കാരെ കാണാൻ പറ്റും. 3 തരത്തിൽ ആൾക്കാരെ കാണാൻ പറ്റും. ഒന്ന് തോറ്റവരും, ഒന്ന് വിജയിച്ചവരും, ഒന്ന് തോൽക്കാതെ വിജയിക്കാതെ നിൽക്കുന്നവരുമായ 3 തരത്തിൽ ആൾക്കാരാണ്. തോറ്റിട്ടുമില്ല, വിജയിച്ചിട്ടുമില്ല, എന്നാൽ നിലനിന്ന് പോകുന്ന 3 ആൾക്കാരെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൽ ഏതാവണമെന്ന് പറയാം. അതായത് 1, 2, 3. 1 തോറ്റവർ, 1 രണ്ടാമത്തത് വിജയിച്ചവർ, മൂന്നാമത്തത് തോറ്റിട്ടുമില്ല വിജയിച്ചിട്ടുമില്ല നിലനിന്ന് പോകുന്നു. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് നമ്പർ 1, 2, 3. എല്ലാവരും പറയും 2, 2 അല്ലെ? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമാണ്. 2 എഴുതിയവർ നിങ്ങളുടെ പുസ്തകത്തിൽ 2 എന്ന് വെണ്ടക്ക അക്ഷരത്തിൽ ആദ്യം എഴുതിക്കോളൂ കേട്ടോ. 2 എന്ന് പറഞ്ഞ് എഴുതി വെച്ചോളാം. ഒന്ന് തോറ്റവർ, രണ്ടാമത് വിജയിച്ചവർ, മൂന്നാമത്തത് തോൽക്കുകയില്ല വിജയിക്കുന്ന, രണ്ടിനും നടുക്ക് നിൽക്കുന്നത് കുറച്ചു കാലം കഴിഞ്ഞാൽ വിജയിക്കും എന്നുള്ളത് അല്ലെ? നിങ്ങൾ എഴുതി വെച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. ഇതൊരു വെറുതെ ഒരു ഇതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചിന്തിച്ചു എന്ന് ഈ ടെസ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റെഡിയല്ലോ അല്ലെ? ഇത്രയും ആൾക്കാരുണ്ട്. എല്ലാവരും ആണല്ലോ. 232 ആൾക്കാർ. ഇത്രയും ആൾക്കാർ. എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റില്ല. അതുകൊണ്ട് പലരും ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ ക്യാമറ ഓൺ ചെയ്താൽ ചിലപ്പോൾ ഞങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ പലരും കാണാൻ പറ്റും. ബാക്കിയുള്ള ആൾക്കാരെ കാണാൻ പറ്റില്ല. ചിലപ്പോൾ 232 പറഞ്ഞാൽ പോലെ ചില ആൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഒരു ക്യാമറയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ 2 ആൾക്കാരെ കൂട്ടേണ്ടി വരും അല്ലെ? നല്ല അധികം ഉണ്ട്. 250 ആൾക്കാരും കൂടെ. കുറച്ച് ദിവസമായി നമ്മുടെ യൂട്യൂബൊക്കെ കുറച്ച് മൂവ്മെന്റ്സ് കുറഞ്ഞിട്ട് നമുക്കൊന്ന് പുനഃസ്ഥാപിക്കണം അല്ലെ? സജി സാറും 2 നിങ്ങൾ സെപ്പറേറ്റ് ആയല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അജിവട്ടും നിങ്ങൾ 2 ഒന്നിച്ചുണ്ട്. അപ്പൊ 230 2 കൂടെ കൂട്ടാം. ഓക്കെ, എനിവേ ബാക്കിയുള്ളവരെ ഞാനിപ്പോ കണ്ട സമയമൊന്നുമില്ല. സോറി, ഇൻവൈറ്റും വെടിയും കാരണം എല്ലാ ദിവസവും ഇടിയും മഴയും കാരണം ഒറ്റ ആവുന്നില്ല. അതൊക്കെ മാറുന്നേ. നിങ്ങൾ അത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇതൊന്നും ഇല്ലാതെ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണേന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളിത് ടൈപ്പ് ചെയ്തിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾ അത് തന്നെ ആകർഷിക്കുന്നു എന്നാണ്. നിങ്ങൾ അത് പറയുമ്പോൾ അത് നിങ്ങൾ ആകർഷിക്കുന്നു എന്നതാണ് തത്വം. അപ്പൊ ഇടിയും മഴയും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇടിയും മഴയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. യാതൊരു തർക്കമില്ല. പറയുന്നത് വളരെ സിമ്പിളാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നല്ല ഒരു വഴക്ക് പറയാനുള്ള മൂഡിലാണ് ഞാൻ 7 എലിമെന്റ്സ് പീപ്പിളിന്റെ അടുത്തേക്ക് ആ ഗ്രൂപ്പിലേക്ക് വന്നത്. നല്ല വഴക്ക് പറയണമെന്ന് കരുതി. പിന്നെ പറഞ്ഞു തരുമ്പോൾ തോന്നി എന്തിനപ്പോ പാവല്ലേന്ന് കരുതി. ഓക്കെ. ഷീബ ഇപ്പോഴേ 3 ആയിട്ട് തീരുമാനിച്ചു. അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട. ബിന്ദിയും പറഞ്ഞു 3 ആയി. അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നിന്നാ മതി എനിക്കെന്നല്ലേ? ഓക്കെ, ഇനി ഒരു ടെസ്റ്റിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ കേട്ടില്ല, ക്വസ്റ്റ്യൻ വന്നില്ല, ക്വസ്റ്റ്യൻ വരാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എഴുതിക്കോളൂ. ചോദ്യം ശരിക്കും ചോദ്യം എഴുതിക്കോളൂ കേട്ടോ. ഞാൻ എഴുതി വെക്കുന്നില്ല.
അതുകൊണ്ട് ചോദ്യങ്ങൾ എഴുതിക്കോളൂ, ഉത്തരം എഴുതിക്കോളൂ. കുറച്ച് ഫാസ്റ്റ് പോകും, പെട്ടെന്ന് എഴുതണം. അല്ലെങ്കിൽ ഉത്തരം മാത്രം എഴുതി വെച്ചാലും മതി, ചോദ്യം മറന്നു വേണ്ട. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ ദൈനംദിന ചിന്തകൾ എങ്ങനെയുള്ളതാണ്? നിങ്ങളുടെ ദിവസേനയുള്ള ചിന്തകൾ എങ്ങനെയുള്ളതാണ് എന്ന് നിങ്ങൾ വിലയിരുത്തുന്നതാണ്. നിങ്ങളുടെ ദിവസേനയുള്ള ചിന്തകൾ എങ്ങനെയുള്ളതാണ്? ഒന്നാമത്തത് എ എന്ന് പറയുന്നത് എഴുതണം. എ, നല്ല ഭാവനകളും സവിശേഷതകളും നിറഞ്ഞതാണ്. നല്ല ഭാവനകളും സവിശേഷതകളും നിറഞ്ഞതാണ്. ഉത്തരം ആരും ഇവിടെ ടൈപ്പ് ചെയ്തണ്ട, നിങ്ങൾ എഴുതി വെച്ചാൽ മതി നിങ്ങളുടെ പുസ്തകത്തിൽ. ആരും കമന്റ് ബോക്സിൽ പോയി സമയം കളയണ്ട, എഴുതി വെക്കുക. യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും നിങ്ങളോട് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി പിന്നെ രണ്ടാമത് റിസൾട്ട് മാത്രം കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ശ്രദ്ധിച്ച് കേൾക്കുക. യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും പറയാണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ ദിവസേനയുള്ള ചിന്തകൾ എങ്ങനെയുള്ളതാണ്? ഒന്ന്, നല്ല ഭാവനയും സവിശേഷതയും നിറഞ്ഞതാണ്. വെറുതെ എഴുതരുത്, അകത്ത് നോക്കിയിട്ട് തന്നെ എഴുതണം. സാധാരണ ഉള്ള ചിന്തകളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, സാധാരണ ഇങ്ങനെ എന്തോ ചിന്തിച്ചു പോകുന്നവരുള്ളൂ. മൂന്നാമത്തത് സി എന്ന് പറയുന്നത് നെഗറ്റീവ് ചിന്തകളാണ് കൂടുതലായിട്ടും ഉള്ളത്. ഒന്ന്, നല്ല ഭാവനയും സവിശേഷതകളും നിറഞ്ഞതാണ് എ എന്ന് പറഞ്ഞാൽ. ബി എന്ന് പറഞ്ഞാൽ സാധാരണ ചിന്തകളാണ്, പ്രത്യേകിച്ച് ഞാനത് വാച്ച് ചെയ്തിട്ടൊന്നുമില്ല എന്നുള്ളത് ബി. സി എന്ന് പറയുന്നത് നെഗറ്റീവ് ചിന്തകളാണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവുന്ന കരുതുന്നു. ശരിക്കും സത്യസന്ധമായിട്ട് എഴുതണം, കാരണം നിങ്ങളെ അളക്കാനാണ്, മറ്റാരെയും കാണിക്കാനല്ല എന്നുള്ളതാണ്. ഇവിടെ വന്നിട്ട് ഞാനിവിടെ എ കിട്ടിയവർക്ക് സമ്മാനമോ ബി കിട്ടിയവർക്ക് സമ്മാനമോ സി കിട്ടിയ സമ്മാനം ഒന്നും ഇവിടെ ഇല്ലെന്ന് ഒന്നുമില്ല. അതുകൊണ്ട് സത്യസന്ധമായിട്ട് എഴുതി നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഒരു വിഷയം പ്രശ്നം നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? എ എന്ന് പറഞ്ഞാൽ ആ സമാധാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും പരിഹാരങ്ങൾ കണ്ടെത്തുന്നു. എ എന്ന് പറഞ്ഞാൽ പരിഹാരത്തോടെയും സമാധാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും പരിഹാരങ്ങൾ കണ്ടെത്തുന്നു. ബി എന്ന് പറഞ്ഞാൽ ഒന്നും തിരിച്ചറിയാതെ കുറച്ച് ആശങ്ക അനുഭവപ്പെടുന്നു. കാര്യം ഒന്നും മനസ്സിലായി, എന്താ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല, കുറച്ച് ആശങ്ക മാത്രം എനിക്കുണ്ടാകുന്നു. മൂന്നാമത്തെ സി എന്ന് പറഞ്ഞാൽ, ബി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒന്നും തിരിച്ചറിയാതെ കുറച്ച് ആശങ്ക അനുഭവപ്പെട്ട് ജീവിക്കുന്നു. സി എന്ന് പറഞ്ഞാൽ ഭയവും നിരാശയും നിറഞ്ഞുള്ള പ്രതികരണം. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, ആരും പറയാൻ മടിക്കണ്ട, എനിക്കറിയാം. ടൈപ്പ് ചെയ്ത് സമയം കളയണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല, ആർക്കും ഒരു ഗുണമില്ല. നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക. ഒന്നും ഭയവും നിരാശയും നിറഞ്ഞുള്ള പ്രതികരണം. മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ഉന്മേഷവും ഉത്സാഹവും എത്രമാത്രം അനുഭവപ്പെടുന്നു? ഓരോ ദിവസവും നിങ്ങൾക്ക് ഉന്മേഷവും ഉത്സാഹവും എത്രമാത്രം അനുഭവപ്പെടുന്നു? എ, എല്ലാ ദിവസവും ചുറുചുറുക്കോടെയാണ്. എ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ചുറുചുറുക്കോടെയാണ്. ബി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാത്രം ഉത്സാഹം അനുഭവപ്പെടുന്നു. സി എന്ന് പറഞ്ഞാൽ സ്ഥിരമായി മടിയും അലസതയും അനുഭവപ്പെടുന്നു. ഇവിടെ ക്ലാസ്സിൽ വരുമ്പോൾ കിട്ടുന്ന റിസൾട്ട് വെക്കണ്ട, പൊതുവെയുള്ള പറഞ്ഞാൽ മതി. എല്ലാ ദിവസവും ഉന്മേഷവും ഉണർവും ഉത്സാഹവും നിങ്ങൾക്ക് ഉണർവും ഉത്സാഹവും എത്രമാത്രം അനുഭവപ്പെടുന്നു? എല്ലാ ദിവസവും അനുഭവപ്പെടുന്നു. ചിലപ്പോൾ മാത്രം ബി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാത്രം ഉത്സാഹം അനുഭവപ്പെടുന്നു. സി എന്ന് പറഞ്ഞാൽ സ്ഥിരമായി മടിയും അലസതയും അനുഭവപ്പെടുന്നു. നാലാമത്തെ ചോദ്യം, നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം തൃപ്തയാണ്? നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ, പേഴ്സണൽ ലൈഫാണ്. എൻ്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ എനിക്ക് സുഖം, എൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ സുഖം, അല്ലെങ്കിൽ എൻ്റെ മക്കളുണ്ടെങ്കിൽ സുഖമല്ല. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം തൃപ്തനാണ്? ഒന്നാമത്തെ ഉത്തരം സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്നു. എ ആണെങ്കിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്നു. ബി ആണെങ്കിൽ ചിലത് കൂടി മെച്ചപ്പെടണമെന്ന് തോന്നുന്നു. ബി, ചില കാര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തിയാൽ കൊള്ളാവുന്നുണ്ട്. സി എന്ന് പറഞ്ഞാൽ പരിപൂർണമായ അസന്തുഷ്ടി അനുഭവപ്പെടുന്നു. ഐ ആം ടോട്ടലി ഡിസപ്പോയിന്റഡ്. അഞ്ചാമത്തെ ചോദ്യം, നിങ്ങളെ ബാധിക്കുന്ന
ഒരു പ്രത്യേകമായ പ്രശ്നം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടോ? നിങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രത്യേകമായൊരു വിഷയം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടോ? എ ആണ്. എ എന്ന് പറഞ്ഞാൽ ഇല്ല, ഞാൻ എളുപ്പത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നു. എ എന്ന് പറഞ്ഞാൽ ഇല്ല, ഞാൻ എളുപ്പത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നു. ബി ആണെങ്കിൽ പ്രശ്നം ചെറുതായിരിക്കും, എന്നാൽ കാലതാമസം അനുഭവപ്പെടുന്നു. ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും വലിയ കാലതാമസം അനുഭവപ്പെടുന്നു. സി ആണെങ്കിൽ ഞാൻ പ്രയാസങ്ങളിൽ നിന്ന് വിട്ടുമാറുന്നതേയില്ല. എന്നും എൻ്റെ കൂടെ തന്നെയാണ് പ്രയാസങ്ങൾ, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. സന്തോഷം. നാട്ടിൽ ഒരു രക്ഷയില്ല, മാറുകയില്ല സാറേ, എന്നും ഉണ്ട്. ഒന്ന് കഴിയുമ്പോൾ ഒന്ന്, ഒന്ന് കഴിയുമ്പോൾ ഒന്ന്, ഒന്നിന്ന് ഒന്നിലേക്ക്, അല്ലേ? സി. എല്ലാവരും എഴുതുക. കൂട്ടി നോക്കി, എത്ര എ ഉണ്ട്, എത്ര ബി ഉണ്ട്, എത്ര സി ഉണ്ട് എന്ന് കൂട്ടി നോക്കി. പെട്ടെന്നൊക്കെ ക്വിക്കായിട്ട്. അഞ്ചും എ ആണോ പ്രസന്നകുമാരൻ? അത് തോന്നൽ മാത്രമായിരിക്കും കേട്ടോ. 5 എ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കില്ല. എന്തിനാ ഇവിടെ ഇരുന്ന് സമയം കളയുന്നു? നിങ്ങൾ വിട്ടോളൂ. ഇനി ഞാൻ എന്ത് പഠിപ്പിച്ചു തരാണ്? ഒന്നും പഠിപ്പിച്ചു തരാനില്ല എൻ്റെ അടുത്ത്. 5 എ ആണ്, പിന്നെ ഇവിടെ ഇരുന്ന് സമയം കളിച്ചത്. നിങ്ങൾ അടിച്ചു പൊളിച്ച് പോയി എവിടെയെങ്കിലും യാത്ര ചെയ്ത് പോയി അടിച്ചു പൊളിച്ചിട്ട് വരും. ഇവിടെ ഇരുന്ന് ആരും സി പറയില്ല കേട്ടോ. സി വളരെ കുറവുണ്ടാവും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാമോ? എന്നല്ലേ, സമയം കഴിഞ്ഞില്ലേ? നിങ്ങളെ ബാധിക്കുന്ന പ്രത്യേകമായ ഒരു പ്രശ്നം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നോ? ഉണ്ടെങ്കിൽ ഇല്ല, ഞാൻ എല്ലാ പ്രശ്നങ്ങളും എളുപ്പത്തിൽ പരിഹരിക്കുന്നു എന്ന് പറഞ്ഞ എ. ബി ആണെങ്കിൽ പ്രശ്നം ചെറുതായിരിക്കും, പക്ഷെ അതിന് കാലതാമസം സംഭവിക്കുന്നു. സി ആണെങ്കിൽ ഞാൻ പ്രയാസങ്ങളിൽ നിന്ന് വിട്ടുമാറുന്നതേയില്ല. അഞ്ച് എ കൂട്ടി നമ്മുടെ അഡ്മിൻ 5 എ ആണ്. എല്ലാ കാര്യങ്ങളും കൂളായി. ഇനി നമ്മൾ അഡ്മിൻ പ്രാക്ടീസ് ചെയ്തെല്ലാം ക്ലിയർ ആയി. ഓക്കെ, ഇനി ഞാൻ റിസൾട്ട് പറയാം അല്ലേ? റിസൾട്ട് വേണ്ട, നിങ്ങൾ ടൈപ്പിൽ ഇട്ടുകൊണ്ട് എനിക്കിപ്പോൾ കാര്യമില്ല. നിങ്ങൾ അനലൈസ് ചെയ്താൽ മാത്രം മതി. 1, ഫുള്ള് എ കിട്ടിയത്, അതിൽ മിക്ക ചോദ്യങ്ങൾക്കും എ കിട്ടിയ ആൾക്കാരുടെ പ്രത്യേകത, നിങ്ങൾ പോസിറ്റീവ് എനർജി നിലനിർത്തുന്നയാളാണ്. നിങ്ങൾ പോസിറ്റീവ് എനർജി നിലനിർത്തുന്ന ആളാണ്. 100 എല്ലാത്തിലും എ കിട്ടിയ ആൾ. നമുക്ക് ഒരാൾ മാത്രമേ ഇവിടെ കിട്ടിയുള്ളൂ. പ്രസന്നകുമാർ പറഞ്ഞു യെസ്, ടോട്ടലി പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. രണ്ടാമത്തെ കാര്യം, മിക്ക ചോദ്യങ്ങൾക്കും ബി ആണുള്ളതെങ്കിൽ നിങ്ങളുടെ എനർജി ലെവൽ മധ്യത്തിലാണ്. നിങ്ങൾ അങ്ങോട്ടും പോകാം, ഇങ്ങോട്ടും പോകാം. പക്ഷേ ആത്മനിയന്ത്രണത്തിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റും, എയിലേക്ക് പോകാൻ പറ്റും. അവിടെ നിങ്ങൾ സെൽഫ് കൺട്രോൾ ആൻഡ് നോളജ് അക്വയർ എന്ന് പറയുന്ന പ്രോസസ്സ്, അതാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എയിലേക്ക് പോകാൻ പറ്റും. കൂടുതൽ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. നിങ്ങൾ ബോധവൽക്കരണത്തിൽ ആത്മനിയന്ത്രണം ഉണ്ടായാൽ മതി. ഇനി സി ഉള്ളവർ വളരെ കുറവാണല്ലോ. അപ്പൊ ബി ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. ഒന്നുകൂടി പറയണോ? ബി ആണെങ്കിൽ നിങ്ങളുടെ എനർജി ലെവൽ മധ്യത്തിലാണ്. അങ്ങോട്ടും പോകും, ഇങ്ങോട്ടും പോകും. സ്ഥിരമായി ബോധവൽക്കരണത്തിലൂടെ നല്ല രീതിയിൽ നിങ്ങൾ അത് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയിലേക്ക് മാറാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ ബി കൂടുതലുള്ള ആൾക്കാർ വിട്ടുപോകരുത്. നിങ്ങൾ എന്നും ഇത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി പോസിറ്റീവായി നിൽക്കാൻ പറ്റും. കുറച്ചേ ഉള്ളൂ നിങ്ങൾ ചെയ്യാനായിട്ട്. മിക്ക ചോദ്യങ്ങൾക്കും ഉത്തരം സി ആണെങ്കിൽ പറയണ്ടല്ലോ അല്ലേ, നെഗറ്റീവ് എനർജി വളരെ കൂടുതലാണ്. ആ എനർജിയുടെ ലെവൽ നിങ്ങൾ ഉയർത്തുക തന്നെ വേണം. അതിന് സെൽഫ് ലവ് എന്ന് പറയുന്ന പ്രാക്ടീസ്, ധ്യാനം എന്ന് പറയുന്ന പ്രാക്ടീസ്,
കൗൺസിലിംഗ് എന്ന് പറയുന്ന പ്രാക്ടീസ്, പുതിയ ഇംപ്യൂരിറ്റീസ്, റിമൂവ് ഇംപ്യൂരിറ്റീസ് പോലുള്ള പ്രാക്ടീസുകൾ ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കൂ. അപ്പോൾ സി കൂടുതലുള്ളവർ നല്ല പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ എയിലെത്താൻ പറ്റും. സി ഇല്ലാത്തവരുള്ളവരുണ്ട്, ബിയിലുള്ളവരുണ്ട്. സി കൂടുതലുള്ളവർ ഒന്നുകൂടി ശ്രദ്ധിക്കുക, വളരെ കൃത്യമായിട്ടും പോകാൻ പറ്റും എന്നുള്ളതാണ്. ഈ ടെസ്റ്റ് ഒരിക്കലും നമുക്ക് ഇതൊരു സ്വയം വിലയിരുത്തലിന് വേണ്ടി മാത്രമാണ് ചെയ്തത്. ആ സ്വയം വിലയിരുത്തലിലൂടെ എങ്ങോട്ട് മാറണമെന്ന തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആ തീരുമാനമെടുക്കലിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു കാര്യം ഞാൻ പറഞ്ഞു പോകാം, ഇത്തരം വേദികളിൽ നിന്ന് ഞാൻ ഈ ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് നല്ല എനർജി ലെവലിൽ നിന്നിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം ഇതിന് പറയുന്നതാണ് സെനർജി എന്ന് പറയുന്നത്. സമാന മനസ്കരായ ആൾക്കാർ ഒന്നിച്ചു കൂടിയിരുന്ന് ചെയ്യുമ്പോൾ നമ്മളിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോസിറ്റീവ് മനോഭാവം ഉണ്ടാകും. അത് വെച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇത് തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങളൊരു വിഷയം വരുമ്പോൾ കൈവിട്ടു പോകുന്ന പ്രകൃതമായി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഈ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഥ അറിയും, കംപ്ലീറ്റ് സി ആയി മാറും. ഇത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. അപ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക, ഈ ടെസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രക്ഷുബ്ധമായിരിക്കുന്ന അവസ്ഥയിൽ വീട്ടിൽ വഴക്ക് കൂടിയിരിക്കുന്ന സമയത്ത്, സീരിയൽ കണ്ട് രമിച്ചിരിക്കുന്ന സമയത്ത്, ശമ്പളം കിട്ടാൻ ലേറ്റായിരിക്കുന്ന സമയത്ത്, വിചാരിച്ച പൈസ കൈ കിട്ടാത്ത സമയത്ത്, ലോൺ അടക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകാരും ലബ്ധിക്കാരും വിളിക്കുന്ന സമയത്ത്, ഭർത്താവ് രണ്ടെണ്ണം അടിച്ചു വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത്, മകൻ അല്ല മക്കൾ സ്കൂളിൽ നിന്ന് മാർക്ക് മേടിക്കാതെ വരുന്ന സമയത്ത്, പിന്നെ ഇതൊക്കെയല്ലേ യഥാർത്ഥ വലിയ പ്രശ്നമുള്ള. കിച്ചണിലൊന്നും വലിയ വിഷയങ്ങളൊന്നും ഇല്ല, അംഗീകരിച്ചു പോകും. അയൽവാസി മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചത് കണ്ടോ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അസ്കിത ഉണ്ടല്ലോ, അസ്കിതം, അസൂയ എന്ന് പറയുന്ന സാധനം. ഇത് ഉണ്ടാകുന്ന സമയത്തൊന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ യഥാർത്ഥ ഫലം അറിയും. ആ ഫലമാണ് യഥാർത്ഥ ഫലം, ഇവിടെ കാണുന്ന ഫലമല്ല. അതുകൊണ്ട് ഇതിനെ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സമയം കിട്ടിയാൽ ഒരു PDF ആയിട്ട് നിങ്ങളിൽ തരാം. അപ്പോൾ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഒന്നുകൂടി ടിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ സാറേ ഇവിടെ നിൽക്കുമ്പോൾ മാത്രമേ ധ്യാനം, മെഡിറ്റേഷൻ, ഇതിപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ, ഒരാഴ്ചയൊക്കെ മെഡിറ്റേഷൻ നിർത്തിയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ കഥ അറിയും. ഞാൻ അനുഭവിച്ചാട്ടോ. ഞാൻ ടെസ്റ്റ് ആദ്യം ഈ സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം നല്ല നല്ല ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ പർച്ചേസ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം സൂപ്പർ. ഞാൻ അടിപൊളി ദിനേശ് PR 5 വർഷം മുമ്പാട്ടോ, ഒന്നും ചെയ്യണ്ട, അടിപൊളിയാണെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് വൈഫ് പിള്ളേരൊക്കെ നാട്ടിൽ പോയി, ഓരോ കാര്യങ്ങളൊന്നും കയ്യിൽ വരുന്നില്ല, കിച്ചണിൽ കയറാൻ അറിയില്ല, എല്ലാം കൂടി കയ്യിൽ പിടിച്ച സമയത്ത് ഒരു ദിവസം ടെസ്റ്റ് ചെയ്യിക്കുമ്പോൾ എല്ലാം കംപ്ലീറ്റ് സി, എല്ലാം കയ്യിൽ നിന്ന് പോയി. അപ്പോഴാണ് മനസ്സിലായി ഇത് ഇങ്ങനൊരു സംഭവമാണല്ലോ മനസ്സിലായി. ഞാൻ കൃത്യമായി പറഞ്ഞു തരികയാണ്, ഇത് ശ്രദ്ധിക്കണം, ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ ടെസ്റ്റ്, ഇത്തരം ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ഓൺലൈനിലൊക്കെ കിട്ടണമെങ്കിൽ നല്ല പാടാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉണ്ടാക്കിയത്. പറ്റുമെങ്കിൽ സമയം സന്ദർഭം റെഡി ആണെങ്കിൽ ഒരു PDF ആക്കി തരാൻ പറ്റുമോ നോക്കാം. എന്ന് വെച്ചാൽ നാളെ രാവിലെ കയറിയിട്ട് ഗ്രൂപ്പിൽ കയറി പറയണം, സാറേ PDF കിട്ടിയില്ല, ഒരാൾക്കും ഞാൻ തരില്ല, എനിക്ക് സമയം ഉണ്ടാകുമ്പോൾ. ഇല്ലെങ്കിൽ രാവിലെ മെസ്സേജ് വരും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ വരും, സാറേ PDF തരാമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, എവിടെ? എനിക്ക് സമയം വേണം, എനിക്ക് പണിയിട്ട് ജോലിക്കടയിലാണ്. ചിലപ്പോൾ കേൾക്കും ചിരി വന്നോ കേട്ടോ, പാവങ്ങളാണ്. അപ്പൊ ഈ ടെസ്റ്റ് നോക്കുക. ഇനി ഒരു ദിവസം ഇപ്പൊ തന്നെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവുന്നല്ലേ, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ അത് തിരക്കൂട്ടണ്ട കേട്ടോ. അഡ്മിൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയില്ല. 11 മണിക്കും 12 മണിക്കൊക്കെ വിളിച്ചേക്ക, കുഞ്ഞെ മോളെ എന്തോ ഒരു സാധനം സാർ അയച്ചു തരാന്ന് പറഞ്ഞു, ഒന്ന് അയച്ചു തരും മോളെ എന്ന് ചോദിച്ച് 11-12 മണിക്ക് വിളിക്കും. ഉറക്കില്ല. നിങ്ങൾ സമാധാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമേ ഈ സാധനങ്ങളെല്ലാം നമ്മളിലേക്ക് വരികയുള്ളൂ. ഒന്നിനും ധൃതി കൂട്ടരുത്. ക്ഷമ, നേരത്തെ അവിടെ പറഞ്ഞു, ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. അത് ഉണ്ടാക്കുക, അത് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് എത്ര ക്ഷമയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ വളരെ സന്തോഷം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിപ്പിക്കാനുള്ളത്. ഇത് മനസ്സിൽ വെക്കുക. എന്താണ് നിങ്ങൾ സദാ നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങളുടെ ആ നമ്പർ എഴുതിയ സദാ എന്തായിരിക്കണം നിങ്ങളുടെ അവസ്ഥ? സദാ ABCD എന്തായിരിക്കണം എന്ന് ടൈപ്പ് ചെയ്ത്, പെട്ടെന്ന് ടൈപ്പ് ചെയ്ത്. സദാ നിങ്ങൾ ഏതായിരിക്കണം? ABCയിൽ നിങ്ങൾ ഏതായിരിക്കണം? കമോൺ 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 കമോൺ. അഡൽട്ട് ഒള്ളി അല്ല കേട്ടോ, സദാ അഡൽട്ട് ഒള്ളി ആയിരിക്കണം എന്നല്ല കേട്ടോ, സദാ പോസിറ്റീവ് ആയിരിക്കണം. ഇപ്പൊ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ ചിരിച്ചിരിക്കുന്ന എത്ര പേര് ഇവിടെ കാണാൻ പറ്റും നോക്കും. എത്ര സമയം ഞാനിപ്പോ പറഞ്ഞപ്പോഴേ എന്നെ പോലെ നിറപുഞ്ചിരിയോടെ ഇരിക്കാൻ പറ്റുന്നവരെ ഒന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് നോക്കട്ടെ, എത്ര പേരുണ്ട് നോക്കട്ടെ. ധൈര്യപൂർവ്വം ചിരിക്കാൻ തയ്യാറായ ആൾക്കാർ. ഇത്രയും ചെയ്തപ്പോ, ഇത്രയും പറഞ്ഞപ്പോ ധൈര്യപൂർവ്വം ചിരിക്കാൻ ധൈര്യമുള്ള ആൾക്കാർ മാത്രം ക്യാമറ ഓൺ ചെയ്യും, ഇല്ലാത്തവർ പറയരുത്. പറയട്ടെ, 228 ആൾക്കാരുണ്ട്, പറയട്ടെ. ചിരിക്കാൻ ചിരി മറന്നുപോയി. ഞാനിങ്ങനെ DC രാധയൊക്കെ നന്നായിട്ട് കേൾക്കുന്നത്. ഹെലനൊക്കെ എന്താ ചിരി. രാജേഷ് എവിടെ? നമ്മൾ പ്രസന്നകുമാർ എവിടെ? 100% ഫുള്ളിൽ A കിട്ടിയ പ്രസന്നകുമാർ എവിടെ? ചിരിക്കട്ടെ. സിബി സാർ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ചിരിച്ചു നോക്ക്. സജി സാറെ ഒന്ന് ചിരിക്ക് സാർ, ഇരിക്കട്ടെ. നിങ്ങൾ എപ്പോഴും ചിരിക്കുന്ന ഒരാളാണ്, എന്നാലും കുഴപ്പമില്ല, ഒന്നുകൂടി ഇരിക്കട്ടെ. ഞാനത് ഇങ്ങനെ യൂട്യൂബിൽ അങ്ങനെ ഇടാൻ പോകും. കോട്ടെ, ഇപ്പൊ ചിരിക്കാൻ പറഞ്ഞപ്പോഴെങ്കിലും ഇല്ല, മിനിയൊക്കെ ഒന്ന് പിടിക്കണ്ട. മിനി ഒന്ന് ചിരിച്ചേക്ക്. വയസ്സും പ്രായമൊന്നും ആയെന്നുണ്ട് ചിരി നിർത്തണ്ട. ഒന്ന് ചിരിച്ചാൽ വളരെ ഒരു ചിരിയിൽ 2 വയസ്സ് കുറഞ്ഞു കിട്ടും നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വയസ്സായിട്ട് ഇങ്ങനെ വയസ്സ് കാണിക്കാതിരിക്കുന്നത്. എന്റെ ചിരിയാണ് കേട്ടോ, അല്ലേ? അപ്പൊ പറയും സാറിന് ഇത്രയൊക്കെ വയസ്സായി. എനിക്കത്ര വയസ്സൊന്നും ആയിട്ടില്ലല്ലേ. ചിരിക്കാൻ തയ്യാറാണ്, പക്ഷെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചിരി കാണില്ല. എന്താ ചെയ്യും? കുറെ ആൾക്കാർ ചിരിക്കാൻ തയ്യാറില്ല, ക്യാമറ ഓൺ ചെയ്യാൻ തയ്യാറല്ല. ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കാര്യമാണ്. റഫീഖ് നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്തോ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നോ പ്രോബ്ലം. അൺമ്യൂട്ടാണ് നോ പ്രോബ്ലം, നത്തിങ് ടു ടോക്ക്. ഓക്കെ, ഫൈൻ 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 ഫൈൻ. എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വരുന്നുണ്ട്. ചിരിയാണ്, ചിരി നമ്മൾ ഉണ്ടാക്കിയെടുത്ത എനർജിയാണ്. ചിരിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. ചിരിയാണ് എല്ലാത്തിനുമുള്ള മരുന്ന്. ചിരിയേക്കാളും വലിയ മരുന്നൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ആര് വന്നിട്ട് ഒന്ന് എന്ത് പറഞ്ഞോളൂ, ഞാൻ ചിരിച്ചതിനെ കൂളായിട്ട് നിങ്ങളെ മാറ്റിയെടുത്ത് കാണിച്ചു തരാം. ചിരിയിലൂടെ മാത്രമേ മാജിക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെ സിബി സാർ? അനുഭവിച്ചതല്ലേ? എത്രയും വലിയ വിഷയവുമായിട്ട് വന്ന് നമ്മളത് വളരെ കൂളായിട്ട് പതുക്കെ സോൾവ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. നിറഞ്ഞ പുഞ്ചിരിയോടെ നമുക്ക് പറ്റും. വലിയ കാര്യങ്ങൾ ഒന്നുമില്ല. നമ്മൾ വളരെ ലളിതമാണ്. മനുഷ്യ ജീവിതം വളരെ ലളിതമാണെന്നേ. നമ്മൾ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ, മകൻ പഠിച്ചില്ലെങ്കിൽ ആദ്യം ദേഷ്യം വരുന്നത് അച്ഛനമ്മയ്ക്കാണ്. എന്നിട്ട് അച്ഛനമ്മയും പഠിച്ചിരുന്നോ? ഇല്ല, ഞാനോ പഠിച്ചില്ല, എന്റെ മകനെങ്ങും പഠിക്കട്ടെ. അപ്പൊ അവൻ പഠിക്കുന്നുണ്ടോ? ഉണ്ട്, അവൻ ഫുൾ ടൈം മൊബൈലിലാണ്. അതിന്റെ ടെൻഷൻ ഇങ്ങനെ കയറി വന്ന് അവനെ കാണുമ്പോ തന്നെ എന്ന് പറയുന്ന സ്വഭാവം ആദ്യം നിർത്തിയാൽ നമ്മൾ നന്നാവും. അവരോ നന്നായി പോകും, രക്ഷപ്പെട്ടു പോയിക്കോളും. പക്ഷെ നമ്മളുടെ ഈ ടോക്സിക് കയറി വെച്ചിട്ട് നമുക്ക് കിഡ്നിയും പോവും, കൊളസ്ട്രോളും പോവും, എല്ലാം പോകും. സീരിയസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ചിരി ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ടോക്സിക്കുകൾ, നമ്മുടെ ശരീരം മുഴുവൻ ടോക്സിക് ആയിരിക്കും ഉണ്ടാവുന്നത്. വളരെ അപകടകരമായ ബുദ്ധിമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചിരിച്ചും കളിച്ചും നടക്കുന്ന ആൾക്കാർക്ക് പൊതുവേ ആരോഗ്യ പ്രശ്നം കുറവായിരിക്കും, ഉണ്ടാവുകയില്ല. ഇത് ഞാനൊരു സയൻസ് ഒന്നും പറഞ്ഞു പോകുന്നില്ല, ബയോളജിക്കൊന്നും പറയുന്നില്ല, എനിക്ക് വയ്യ. ഇപ്പൊ ഒരുപാട് പ്രാവശ്യം പറയാണ്, വേണോ ചിരിച്ചോ, വേണ്ടേ അങ്ങനെ പിടിച്ചത്, ഇത്രയും പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണോ ചിരിക്കോ, ചിരിക്കാനുള്ള നമുക്ക് കുറച്ച് കാലം കൊണ്ട് ചിരി ക്ലബ്ബ് തന്നെ ആരംഭിക്കാം. വേണ്ടല്ലേ? വേണം, ചിരി ക്ലബ്ബ് വേണം നമുക്ക്. വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞു പോയി. ഈ കൃഷ്ണനോട് എനിക്കൊരു അസൂയ എന്താണെന്നറിയോ? എല്ലാവരും കൃഷ്ണനെ ഭയങ്കര ആരാധിക്കുമ്പോൾ ഞാൻ ഇത്രയും ചിരിച്ചു നിന്നിട്ട് പോലും എനിക്ക് ആരാധകർ ഇല്ലല്ലോ എന്നായിരുന്നു പണ്ടത്തെ എന്റെ സങ്കടം. ഇപ്പോഴല്ല, പണ്ട് ചെറുപ്പത്തിൽ. ഇപ്പൊ അപ്പോഴേ എനിക്കത്, ഇപ്പൊ കൃഷ്ണൻ ഒരു കുഴപ്പമില്ല. കാരണം ഇപ്പൊ ഇഷ്ടം പോലെ ആൾക്കാർ ഈ ചിരി കണ്ടിട്ട് എന്നോട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സന്തോഷം. അതുകൊണ്ട് ഈ ചിരി എന്നും മരണം വരെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് കൂടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഇപ്പൊ ദുബായ് പ്രോഗ്രാമിൽ വരുന്നവർ ആരും മറക്കണ്ട, വന്നോളൂ, നമുക്ക് അവിടെ നേരിട്ട് ചിരിക്കാം. ഓക്കെ.
നിങ്ങൾക്ക് സംസാരിക്കേണ്ടവർക്ക് പെട്ടെന്ന് സംസാരിക്കാം. താങ്ക് യു സാർ. താങ്ക് യു സർ. സർ മെഡിറ്റേഷൻ ക്ലാസ് ആണ്. താങ്ക് യു സർ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എന്താണ് അല്ല ആരാണ് മെഡിറ്റേഷനെ പറ്റി ചോദിച്ചത്? ഞാനായിരുന്നു സർ, സുകന്യാണ്. ഇനി മിറാക്കിൾ 7 days ക്ലാസ്സേ അത് ഇനി വരുന്ന ആഴ്ചയിലാണോ ഇനി ഉള്ളത്? വെള്ളിയാഴ്ചയാണോ ഇനി വരുന്നത്? ഒരു മിനിറ്റ് നിങ്ങൾ ഇന്നലെ ക്ലാസ്സിൽ പങ്കെടുത്തു? പങ്കെടുത്തിരുന്നു സർ. പക്ഷെ സാറിന്റെ വോയിസ് ബ്രേക്ക് ആയി പോയിരുന്നു അന്നേരം, അതുകൊണ്ട് എനിക്കത് ക്ലിയർ ആയില്ല. പിന്നെ ഞാൻ ലീവ് ആയി പോയതാണ്. നിങ്ങൾ തൽക്കാലത്തേക്ക് വെള്ളി ശനി ഞായർ നെക്സ്റ്റ് വീക്കേ ഉണ്ടാവുള്ളൂ. ഓക്കെ. താങ്ക് യു സർ. സുകന്യ അല്ലേ? സുകന്യക്ക് ഞാൻ ഇതിൽ ഇട്ട് തന്നിരുന്നല്ലോ ഓൾറെഡി. തന്നിരുന്നു. ബഹറിനില്ല അതെ. അതിൽ ഇനി ചെയ്യല്ലേ? തിങ്കളാഴ്ച ചെയ്യാവോ? അതിന് മുമ്പ് ചെയ്യല്ലേ? ഇല്ല, ഞാൻ ചെയ്തില്ല. 7 elements മെഡിറ്റേഷൻ, 7 days മിറാക്കിൾ മെഡിറ്റേഷൻ എടുക്കുന്നവരോടുള്ള പ്രത്യേകമായ ഓർമ്മപ്പെടുത്തലാണ്. അത് ആ ദിവസം മാത്രമേ ചെയ്യാവൂ, മറ്റൊരു ദിവസവും നിങ്ങൾ ചെയ്യരുത്. തിങ്കളാഴ്ചത്തെ മെഡിറ്റേഷൻ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചത്തെ മെഡിറ്റേഷൻ ചൊവ്വാഴ്ച മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ എനർജി വീണ്ടും അൺഅലൈൻഡ് ആയി പോവും, വീണ്ടും തെറ്റിപ്പോകും. അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തത്. നിങ്ങൾ അത് വെച്ച് കളിക്കരുത്. നിങ്ങൾ വേറെ എന്ത് വെച്ച് കളിച്ചോളൂ. ആ 7 days മെഡിറ്റേഷൻ വെച്ച് നിങ്ങൾ തൽക്കാലം കളിക്കരുത്. തമാശയല്ലത്. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. അതുകൊണ്ട് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് പറയാണ്, തമാശയല്ലത്. ആർക്കും വന്നിട്ടില്ല 7 days ലിങ്ക്. ആർക്കും വന്നിട്ട് എത്ര പ്രാവശ്യം ഞാൻ ഗ്രൂപ്പിൽ പറയണേ, ലിങ്ക് അയക്കാതെ എങ്ങോട്ടേ വരുന്നത്? എന്തിനാ ഇപ്പൊ വരുന്നത്? എന്തിനാണ്? എന്റെ തിങ്കളാഴ്ച ഉണ്ടോ? നാളേക്ക് തിങ്കളാഴ്ച ആയോ ലിങ്ക് വരാനായിട്ട്? 2 പ്രാവശ്യം ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞു. നിങ്ങൾ എന്താ ഈ കളിക്കണേ? തമാശ അതുകൊണ്ട് കളിക്കണേ? തുടങ്ങുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, തിങ്കളാഴ്ച ചൊവ്വാഴ്ചത്തെയും ബുധനാഴ്ചയും പറ്റുള്ളൂ. ഇനി തിങ്കളാഴ്ച വരാതെ നിങ്ങൾക്ക് എന്തിനാ ലിങ്ക്? കിട്ടിയില്ല, വന്നില്ല, തന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാൻ. മറ്റൊന്നുമില്ല. കിട്ടിയത് അനുഭവിക്കാൻ പഠിച്ചു നോക്കൂ. സർ താങ്ക് യു സർ. ഇന്നത്തെ ക്ലാസ്സിന് വളരെയധികം ഉണ്ട് സർ. ഹാപ്പിയാണ്, ഹയാം ഹാപ്പിയാണ്. എല്ലാ കാര്യത്തിലും സ്മാർട്ടാണ്, ആക്റ്റീവാണ്, ബെറ്റർ ആണ്. താങ്ക് യു ഗോഡ്. താങ്ക് യു സോ മച്ച് സാറിനും ഈ കുടുംബത്തിലെ എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും സ്നേഹമേ സ്നേഹം വാരിക്കോരി എല്ലാവർക്കും. ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്. എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു സർ. ഞാൻ രാവിലെ എക്സസൈസിൽ ഇങ്ങനെ ചിരിക്കലുണ്ട് കേട്ടോ. അങ്ങനെ ചിരിക്കുമ്പോ പറയാ തുടങ്ങിപ്പോയി ചിരി. അതിന്റെ ചിരിച്ചോണ്ടേയിരിക്കുക. ചോദിച്ചോട്ടെ, മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ഇപ്പോഴും അറിയില്ല, എനിക്ക് തല എന്താണ് ശ്രീജ പറയാമെന്ന് പറഞ്ഞോളൂ. സർ ഞാന് ഒന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ നാട് കാസർഗോഡ്. ഇത് മോന്റെ ബർത്ത്ഡേ 18-നാണ്. ഇപ്പൊ നവംബർ 18. അപ്പോ വൃദ്ധമന്ദിരത്തില് ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഞായറാഴ്ച കൊടുക്കാൻ വേണ്ടി തീരുമാനം അവര് വിളിച്ചു പറഞ്ഞു. വെരി ഗുഡ്. എവിടെയാ? അങ്ങനെ കന്യപ്പാടി ബലിയെടുക്ക റൂട്ട് അങ്ങോട്ട്. പിന്നെ ഞാൻ ബൈക്ക് പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പഠിച്ചു. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങള്, അങ്ങനെ ചെറിയ കാര്യങ്ങളും, എനിക്ക് ചെറിയ കാര്യമായാലും എനിക്കത് ഭയങ്കര സന്തോഷമാണ്. തീർച്ചയായിട്ടും ഇനിയും ചെറിയ കാര്യങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ നേടാൻ ശ്രീജയ്ക്ക് സാധിക്കട്ടെ, ശ്രീജയ്ക്ക് കുടുംബത്തിന് സാധിക്കട്ടെ കേട്ടോ. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ ഇന്ന് പിരിയാം എല്ലാവർക്കും. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്.